ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവാനി മലയാളത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഈ വീഡിയോയുടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ തിയേറ്ററിൽ ഗംഭീര വിജയമായി ഓടിക്കൊണ്ടിരിക്കുന്ന ഹനീഫ് അദാനി സംവിധാനം ചെയ്തു വന്ന മാർക്കോ എന്ന ചിത്രവും ഹനീഫ് അദാനി തന്നെ മുന്നേ സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്ന മിഖായിൽ എന്ന ചിത്രവുമായിട്ടുള്ള ഒരു കമ്പാരിസൺ ആണ്. ഈ രണ്ട് ചിത്രങ്ങളിൽ കോമൺ ആയി വന്നിട്ടുള്ള കാര്യങ്ങൾ, രണ്ട് ചിത്രങ്ങളുടെയും കഥകളിൽ കോമൺ ആയി വന്നിരിക്കുന്ന കാര്യങ്ങളും മിഖായിൽ എന്ന ചിത്രവും മാർക്കോ എന്ന ചിത്രവും കണക്ട് ചെയ്തിരിക്കുന്ന, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് വരുന്ന സമയത്ത് പെർഫെക്റ്റ് ആയി കണക്ട് ചെയ്തിരിക്കുന്ന കാര്യവും, അതുപോലെ തന്നെ അത്തരം കണക്ഷൻ കൊടുക്കുന്നതിൽ അവർക്ക് പാളിപ്പോയിട്ടുള്ള കാര്യങ്ങളും ഈ രണ്ട് ചിത്രങ്ങളും കമ്പയർ ചെയ്തുകൊണ്ട് ചിത്രത്തിന്റെ ബീജത്തിലും സ്റ്റോറിയിലുമെല്ലാം ഏതാണ് കൂടുതൽ ബെറ്ററായി വന്നിട്ടുള്ളത്, ഏതിലാണ് അവർക്ക് പാളിപ്പോയിട്ടുള്ളത് എന്നീ കാര്യങ്ങളെല്ലാമാണ് ഈ വീഡിയോയുടെ നോക്കാനായി പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സ്പോയിലർ ആയിരിക്കും. സോ നമുക്ക് ഒട്ടും സമയങ്ങളുണ്ട്, നേരെ വീഡിയോയിലേക്ക് വരാം. ആദ്യം തന്നെ ഈ രണ്ട് ചിത്രങ്ങളിലും കോമൺ ആയി ഒരുപോലെ തന്നെ അവർ കൊണ്ടുവന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. അതിൽ ആദ്യത്തേത് സ്റ്റോറി. രണ്ട് സിനിമയുടെ കഥയിലും ഫാമിലിയെ കണക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് കഥ പറഞ്ഞു പോകാൻ അവർ ശ്രമിച്ചിരുന്നത്. മിഖായിൽ എന്ന ചിത്രത്തിൽ നായകനായി വന്നിരുന്ന നിവിൻ പോളിയുടെ ക്യാരക്ടറിന്റെ ഫാമിലിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും നേരെ ഓപ്പോസിറ്റായി സിദ്ദീഖിന്റെയും ഉണ്ണി മുകുന്ദന്റെയും ഫാമിലിയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളും, ഇങ്ങനെ നായകന്റെയും വില്ലന്റെയും ഫാമിലി പരമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് കഥ പോയിക്കൊണ്ടിരുന്നത്. സോ ഈ രണ്ടാമത്തെ ചിത്രത്തിലും, ഈ ചിത്രം സത്യത്തിൽ ഒരു പ്രീക്വലാണ്, മിഖായിൽ എന്ന സിനിമയ്ക്ക് മുന്നേ നടക്കുന്ന കഥയാണ്. എന്നിരുന്നാൽ പോലും ഈ കഥയിലും പോസിറ്റീവ് കഥാപാത്രങ്ങളായി വരുന്ന ഉണ്ണി മുകുന്ദന്റെയും സിദ്ദീഖിന്റെയും ഫാമിലിയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളും നേരെ ഓപ്പോസിറ്റായി ജഗദീഷിന്റെയും അതുമായി കണക്ട് ചെയ്തു വരുന്ന ദുവൻ സിംഗിന്റെയും ഫാമിലിയുമായിട്ടെല്ലാം കണക്ട് ചെയ്ത് തന്നെയാണ് ഈ സിനിമയുടെ കഥയും പറഞ്ഞു പോകുന്നത്. അതിൽ തന്നെ ഒന്നാമത്തെ ചിത്രത്തിൽ ഉണ്ണി മുകുന്ദന്റെ മാർക്കോ എന്ന ആ ക്യാരക്ടറിന്റെ ചേട്ടൻ സിദ്ദീഖിന്റെ ക്യാരക്ടർ മരിക്കുകയും അതിലൂടെ മാർക്കോ എന്ന ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ചിത്രത്തിലും അതുപോലെ തന്നെ മാർക്കോ എന്ന ക്യാരക്ടറിന്റെ അനിയൻ മരിക്കുകയും അതിലൂടെ മാർക്കോ എന്ന ക്യാരക്ടർ രംഗത്തേക്ക് വരികയുമാണ് ചെയ്യുന്നത്. കൂടാതെ മിഖായിൽ എന്ന ചിത്രത്തിൽ നായകന്റെ വീട്ടിലെയും വില്ലന്റെ വീട്ടിലെയും ഒരു കുട്ടികളെ കണക്ട് ചെയ്തുകൊണ്ടാണ് കഥ പറഞ്ഞു പോയത്. മിഖായിലിൽ നായകനായി വരുന്ന നിവിൻ പോളിയുടെ സഹോദരന്റെ മകളും വില്ലനായി വരുന്ന സിദ്ദീഖിന്റെ മകനുമായിട്ടുള്ള കണക്ഷൻസ് വെച്ചുകൊണ്ടാണ്, അവർ തമ്മിലുള്ള പോരാട്ടം വെച്ചുകൊണ്ടാണ് കഥ പറഞ്ഞു പോയത്. ഇങ്ങനെ മിഖായിൽ എന്ന ചിത്രത്തിൽ നായകനും വില്ലനും കോമൺ ആയി വരുന്നൊരു കാര്യമുണ്ടായിരുന്നു. സോ ഈ ചിത്രത്തിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ മെയിൻ വില്ലനായി വന്നിരിക്കുന്ന ദുവൻ സിംഗിന്റെ ക്യാരക്ടറിനും നായകനായിട്ടുള്ള മാർക്കോ എന്ന ക്യാരക്ടറിനും തമ്മിൽ ചില സിമിലാരിറ്റികൾ കാണാം. അതായത് ഈ ചിത്രത്തിൽ മാർക്കോ എന്ന ആ ക്യാരക്ടറിനെ ഒരു ദത്തുപുത്രനായിട്ടാണ് കാണിക്കുന്നത്. സിദ്ദീഖിന്റെ സ്വന്തം അനിയനല്ല, പകരം സിദ്ദീഖിന്റെ അച്ഛൻ എടുത്തു വളർത്തിയിട്ടുള്ള മകനാണെന്നാണ് പറയുന്നത്. സോ ഇതുപോലെ തന്നെയാണ് വില്ലന്മാരായിട്ടുള്ള ജഗദീഷിന്റെ ക്യാരക്ടറും ദുഹൻ സിംഗിന്റെ ക്യാരക്ടറുമായിട്ടുള്ള റിലേഷനും കാണിക്കുന്നത്. സോ ഇങ്ങനെ രണ്ട് സിനിമയിലും നായകനും വില്ലനും കോമൺ ആയിട്ട് വരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. കൂടാതെ രണ്ട് സിനിമയിലെയും രണ്ടാമത്തെ വില്ലനെയാണ് മെയിൻ വില്ലനായി കാണിക്കുന്നത്. മിഖായിലിൽ സിദ്ദീഖിനെയാണ് ആദ്യം വില്ലനായി കാണിച്ചിരുന്നതെങ്കിലും ഒരു പരിധി കഴിയുന്ന സമയത്ത് സിദ്ദീഖിന്റെ മരണത്തിന് ശേഷം അതിന്റെ പ്രതികാരത്തിനെന്നോണം ഉണ്ണി മുകുന്ദന്റെ ക്യാരക്ടർ വരികയും പിന്നീട് അയാൾ മെയിൻ വില്ലനായി മാറുകയുമാണ്. അതുപോലെ തന്നെ മാർക്കോ എന്ന ചിത്രത്തിൽ തുടക്കത്തിലെല്ലാം ജഗദീഷിന്റെ ക്യാരക്ടറിനെയും ഷമ്മി തിലകന്റെ മകനെ അവതരിപ്പിച്ചിട്ടുള്ള ക്യാരക്ടറുമെല്ലാം മെയിൻ വില്ലനായിട്ട് വരുന്നുണ്ടെങ്കിലും ജഗദീഷിന്റെ മരണത്തിന് ശേഷം പിന്നീട് ദുഹൻ സിംഗ് ആണ് മെയിൻ വില്ലനായി വരുന്നത്. ഇത്തരത്തിൽ രണ്ടാമത്തെ വില്ലന്മാരാണ് സിനിമയിലെ മെയിൻ വില്ലൻ അവസാന ഫൈറ്റിലേക്ക് വരുന്നത് എന്നെല്ലാം കാണിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ സിനിമകളുടെ പേര് നോക്കിയാലും നമുക്കതിലൊരു സിമിലാരിറ്റി കാണാം. ഒന്നാമത്തെ ചിത്രത്തിന്റെ മിഖായിൽ എന്ന പേര് നിവിൻ പോളിയുടെ കഥാപാത്രവുമായി സാമ്യപ്പെടുത്തിക്കൊണ്ട് കാവൽ മാലാക, ആ കുട്ടിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന മാലാക എന്നുള്ള അർത്ഥത്തിലാണ് കൊടുത്തിരിക്കുന്നത്. സോ ആ ചിത്രത്തിന്റെ കഥയിൽ നിന്ന് മാർക്കോയിലേക്ക് എത്തുന്ന സമയത്ത് ഇത് ഫുള്ള് വയലൻസ് ആയി. മിഖായിലുള്ള വയലൻസിനെക്കാട്ടിലും കൂടുതൽ വയലൻസ് നിറഞ്ഞ രീതിയിൽ ഒരു മുഴുനീള വയലൻസ് ചിത്രമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചിത്രത്തിന്റെ മാർക്കോ എന്ന പേരും ചിത്രത്തിന്റെ കഥയുമായി പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഈ മാർക്കോ എന്ന പേരിന്റെ അർത്ഥം യുദ്ധത്തിന്റെ ദേവൻ എന്നാണ്, അല്ലെങ്കിൽ യുദ്ധം എന്നെല്ലാമാണ്. സോ ഈ ചിത്രത്തിൽ നോക്കുകയാണെങ്കിലും മാർക്കോ എന്ന ആ ക്യാരക്ടർ യുദ്ധം ഇഷ്ടപ്പെടുന്നയാളാണ്, യുദ്ധത്തിനിടയ്ക്ക് ആളുകളെ കൊല്ലാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടോ എന്നെല്ലാം പറയുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ വെറുതെ ആ ഒരു ക്യാരക്ടറിന്റെ പേരിടുകയല്ല, പകരം മിഖായിൽ എന്ന ആ ഒരു പേര് പോലെ തന്നെ കാവൽ മാലാക എന്ന അർത്ഥത്തിൽ ആ ചിത്രത്തിൽ പറഞ്ഞതുപോലെ ഇവിടെ ഇത്രയും വയലൻസ് എല്ലാം ഇഷ്ടപ്പെടുന്ന, യുദ്ധം ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന രീതിയിൽ തന്നെയാണ് മാർക്കോ എന്ന പേര് തന്നെ ചിത്രത്തിന് ഉൾപ്പെടുത്തിയത്. സോ ഇത്രയും കാര്യങ്ങളെല്ലാമാണ് രണ്ട് ചിത്രത്തിലും കോമൺ ആയി വന്നിരിക്കുന്നത്. രണ്ട് ചിത്രങ്ങളുടെയും പേരിലെ പ്രത്യേകതയും, രണ്ട് ചിത്രത്തിലും രണ്ടാമത്തെ വില്ലൻ മെയിൻ വില്ലനായി മാറുന്നതും, രണ്ട് ചിത്രത്തിലും നായകനും വില്ലനുമായിട്ടുണ്ടാകുന്ന സിമിലാരിറ്റികളും, രണ്ട് ചിത്രത്തിലും മാർക്കോ എന്ന ക്യാരക്ടറിനെ അവതരിപ്പിക്കാനുണ്ടാകുന്ന സാഹചര്യം, രണ്ട് ചിത്രത്തിന്റെയും ഫാമിലി പരമായിട്ടുള്ള കണക്ഷൻസ്, ഇതെല്ലാമാണ് രണ്ട് ചിത്രങ്ങളിലും കോമൺ ആയി വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഈ രണ്ട് ചിത്രങ്ങളെയും കണക്ട് ചെയ്യുന്നത് സിനിമയുടെ കഥ നടന്നിട്ടുള്ള കാലങ്ങൾ വെച്ച് നോക്കുമ്പോൾ മാർക്കോ എന്ന കഥ മുന്നേ നടക്കുന്നതുകൊണ്ട് മാർക്കോയിൽ നിന്നും മിഖായിൽ എന്ന കഥയിലേക്ക് എത്തുമ്പോൾ ഏത് രീതിയിലാണ് ആ കണ്ടിന്യൂഷൻ അവർ കൊണ്ടുവന്നിരിക്കുന്നത് നോക്കാം. അതിൽ ആദ്യത്തേത് ആ കുട്ടിയാണ്.
മാർക്കോ എന്ന സിനിമയിലേക്ക് എത്തുമ്പോൾ സിനിമയുടെ അവസാനത്തിൽ സിദ്ദീഖിന്റെ കുടുംബത്തിലെ സിദ്ദീഖിന്റെ ക്യാരക്ടറും മാർക്കോ എന്ന ക്യാരക്ടറും ആ ഒരു പിഞ്ചു കുഞ്ഞുമൊഴിച്ച് മറ്റെല്ലാവരും മരണപ്പെടുന്നതായി കാണിക്കുന്നുണ്ട്. സോ മിഖായൽ എന്ന സിനിമയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ സിദ്ദീഖിന് ഒരു മകനുണ്ടെന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. സോ ഇവിടെ ജനിച്ചിട്ടുള്ള ആ ഒരു പിഞ്ചു കുഞ്ഞിനെ ആയിരിക്കാം പിന്നീട് ആ ചിത്രത്തിൽ സിദ്ദീഖിന്റെ മകനായി കാണിച്ചിരിക്കുന്നത്. മിഖായൽ എന്ന ചിത്രം എടുക്കുന്ന സമയത്ത് അവർ ഇങ്ങനൊരു കഥയെക്കുറിച്ച് മാർക്കോ എന്നൊരു സ്പിൻ ഓഫ് സിനിമയെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരിക്കാം. എന്നിരുന്നാൽ പോലും സിനിമയുടെ അവസാനം എത്തിച്ചപ്പോൾ ആ ഒരു കുട്ടിയാണ് ഇവിടേക്ക് വന്നത് എന്നവർ നല്ല രീതിയിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. കൂടാതെ ഈ ഒരു സിനിമ കണ്ടതിന് ശേഷം നമ്മൾ മിഖായൽ വീണ്ടും കാണുകയാണെങ്കിൽ ഈ ചിത്രത്തിൽ വെച്ച് ഇവരുടെ ഫാമിലിയിലെ എല്ലാവരും മരണപ്പെടുന്നതായിട്ടും സിദ്ദീഖിന്റെ ക്യാരക്ടറിന്റെ സ്വന്തം മക്കളും മറ്റും മരണപ്പെടുന്നതുകൊണ്ടും ഇത് സിദ്ദീഖും മാർക്കോയും ഒരുപാട് സ്നേഹിച്ചിരുന്ന കണ്ണു കാണാത്ത തന്റെ അനിയന്റെ കുട്ടിയായതുകൊണ്ട് കൂടിയാണ് ആ ഒരു കുട്ടിയെ മിഖായൽ എന്ന ചിത്രത്തിൽ സിദ്ദീഖും മാർക്കോയും എല്ലാം ഒരുപാട് സ്നേഹിച്ചിരുന്നതെന്നും അതുകൊണ്ടാണ് ആ കുട്ടിക്ക് വേണ്ടി അവർ എന്തും ചെയ്യാൻ തയ്യാറാകുന്നത്, മറ്റു കുട്ടിയെ കൊല്ലാൻ വരെ നോക്കുന്നത് എന്നെല്ലാം നമുക്ക് കാണാം. കൂടാതെ മിഖായൽ എന്ന ചിത്രത്തിൽ സിദ്ദീഖിന്റെ ക്യാരക്ടറിന് കുറച്ച് പ്രായമെല്ലാം ഉള്ളതുപോലെയാണ് കാണിച്ചിരിക്കുന്നത്. സോ അവിടെ ആ ഒരു കുട്ടിയും സിദ്ദീഖിന്റെ ക്യാരക്ടറുമായിട്ട് വന്നിരിക്കുന്ന ഈ ഒരു വ്യത്യാസം അത് സ്വന്തം കുട്ടിയല്ല, പകരം മാർക്കോ എന്ന ചിത്രത്തിൽ തന്നെ സിദ്ദീഖിന് മിഖായലിലെ കുട്ടിയെ പോലെ പ്രായമുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നുവെന്നും എന്നാൽ പിന്നീട് തന്റെ അനിയന്റെ കുട്ടി വളർന്ന് ആ ഒരു പ്രായത്തിലേക്ക് എത്തിയിരിക്കുകയാണ്, അതുകൊണ്ടാണ് മിഖായലിൽ അവർ തമ്മിൽ അത്രയും പ്രായവ്യത്യാസം ഉള്ളതായി കാണിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കുട്ടിയും സിദ്ദീഖുമായിട്ടുള്ള പ്രായവ്യത്യാസവും അനിയന്റെ കുട്ടിയായതുകൊണ്ടാണ് ഇവരിങ്ങനെ സ്നേഹിക്കുന്നത് എന്നെല്ലാം മിഖായലിൽ വെച്ച് തന്നെ ഇവർ ചിന്തിച്ചിട്ടുണ്ട് എന്നല്ല, പകരം മാർക്കോ എന്ന ചിത്രത്തിന്റെ അവസാനം എത്തിച്ചപ്പോൾ ആ അനിയന്റെ കുട്ടിയാണ് ഇപ്പോൾ വളർന്ന് വലുതായിരിക്കുന്നത് എന്നെല്ലാം അവർ കാണിച്ചതിലൂടെ ആ ഒരു പെർഫെക്റ്റ് കണ്ടിന്യൂഷൻ അവർക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. കൂടാതെ ഈ ചിത്രത്തിന്റെ ട്രെയിലർ ഡീകോഡിങ്ങിൽ തന്നെ ഞാൻ പറഞ്ഞ കാര്യമാണ്, അതായത് ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ വീട് മിഖായലിലെ ആ വീട് തന്നെ ആയിരിക്കാമെന്നും എന്നാൽ കഥയിൽ കുറെ വർഷങ്ങളുടെ വ്യത്യാസം വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ആ കാലഘട്ടത്തിൽ വീടിന് മാറ്റം വന്നതാണ് എന്ന രീതിയിൽ കാണിച്ചതാകാമെന്നും. സോ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം സിനിമയുടെ അവസാന ഭാഗങ്ങളിൽ വില്ലന്മാർ വന്നുകൊണ്ട് ആ വീട്ടിലേക്ക് ഗ്രനേഡും മറ്റും എറിഞ്ഞ് വീടിന്റെ മുൻവശമെല്ലാം തകർക്കുന്നതായിട്ട്. സോ അങ്ങനെ തകർത്തതിന്റെ ഫലമായിട്ടാണ് മിഖായലിലേക്ക് എത്തിയ സമയത്ത് ആ വീടിന്റെ മുൻവശത്ത് മാറ്റം വന്നിരിക്കുന്നത് എന്ന രീതിയിലും അവർ ആ കണ്ടിന്യൂഷനിലൂടെ കാണിച്ചിട്ടുണ്ട്. സോ ഇതെല്ലാമാണ് ഈ രണ്ട് സിനിമകൾ തമ്മിലുള്ള കണ്ടിന്യൂറ്റിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള കാര്യം. സിനിമ OTT വന്നതിന് ശേഷം കണ്ടിന്യൂറ്റിയിൽ അവർ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നതായിരിക്കും. സോ ഇനി ഇങ്ങനെ കണ്ടിന്യൂഷനിൽ മോശമായി വന്നിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തത് ഈ മാർക്കോ എന്ന ക്യാരക്ടർ തന്നെ. ഈ മാർക്കോ എന്ന ചിത്രം കണ്ടു കഴിയുമ്പോൾ ആ ഒരു ക്യാരക്ടർ എത്ര സ്ട്രോങ് ആയിരുന്നു, എത്ര പവർഫുൾ ആയിരുന്നു എന്ന് നമുക്ക് കാണാം. KGF-ലെ റോക്കിയെ പോലെയും മറ്റും ഒരുപാട് ആളുകൾ വരുമ്പോഴും അത്രയും വയലൻസിലൂടെ പൊരുതി നിൽക്കുന്ന ആളായിട്ട്, വിജയിക്കുന്ന ആളായിട്ടാണ് മാർക്കോയെ കാണിച്ചിരിക്കുന്നത്. തലയ്ക്കടി കൊണ്ടിട്ടും നെഞ്ചത്ത് കുത്തിക്കൊണ്ടിട്ടുമെല്ലാം ഒരു കുഴപ്പവുമില്ലാതെ വീണ്ടും എണീച്ചു വരുന്ന രീതിയിലാണ് ആ ഒരു ക്യാരക്ടറിനെ കാണിച്ചിരിക്കുന്നത്. എന്നാൽ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള, ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു ക്യാരക്ടറിനെയാണ് മിഖായലിൽ നിവിൻ പോളിയുടെ കഥാപാത്രം വളരെ സിമ്പിളായി കൊല്ലുന്നതായി കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നിവിൻ പോളിയുടെ ആ ഒരു ക്യാരക്ടറിനെ ഇവിടെ കാണിച്ചിരിക്കുന്ന മാർക്കോയെക്കാട്ടിലും സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണെന്ന് കാണിച്ചിരുന്നുവെങ്കിൽ, അത്രയും ബെറ്ററായി ഫൈറ്റ് ചെയ്യുന്ന ആളാണെന്നെല്ലാം കാണിച്ചിരുന്നുവെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിച്ചേനെ. എന്നാൽ മിഖായൽ എന്ന ചിത്രം കണ്ടിട്ടുള്ളവർക്കറിയാം ആ ചിത്രത്തിലെ നിവിൻ പോളിയുടെ ക്യാരക്ടറിനെ അത്രയും സ്ട്രോങ് ആയിട്ടൊന്നുമല്ല, ഈ ചിത്രത്തിലെ മാർക്കോയെക്കാട്ടിലും വലിയൊരാളായിട്ടൊന്നുമല്ല കാണിച്ചിരിക്കുന്നത്. പകരം ഉണ്ണി മുകുന്ദന്റെ മാർക്കോ എന്ന ക്യാരക്ടറിനെ ഈ ചിത്രത്തെക്കാട്ടിലും കുറച്ചുകൂടി വീക്കായിട്ടാണ് ആ ചിത്രത്തിൽ കാണിച്ചതെന്ന് മാത്രം. കൂടാതെ മാർക്കോ എന്ന ഈ ചിത്രത്തിലെ ഉണ്ണി മുകുന്ദന്റെ ക്യാരക്ടർ എത്ര വയലൻസ് ആണോ, തന്റെ കണ്ണ് കാണാത്ത അനിയന് വേണ്ടി അല്ലെങ്കിൽ അയാളുടെ കുഞ്ഞിന് വേണ്ടി എത്ര വയലൻസ് വേണമെങ്കിലും ചെയ്യുന്ന ആളായിരുന്നിട്ട് ആ ക്യാരക്ടർ മിഖായലിലേക്ക് എത്തിയ സമയത്ത് ആ ഒരു കുട്ടി വളർന്ന് വലുതായപ്പോൾ അതിന്റെ മരണത്തിന് കാരണക്കാരായവരെ ഉപദ്രവിക്കുന്നതെല്ലാം വളരെ സിമ്പിളായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന വയലൻസുമായി കമ്പയർ ചെയ്യാൻ പോലും കഴിയാത്ത വിധത്തിൽ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളിലൂടെയെല്ലാം അയാൾ പ്രവർത്തിക്കുന്നതായിട്ടാണ് ആ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. സോ മാർക്കോയിൽ ഈ ക്യാരക്ടർ ചെയ്യുന്ന വയലൻസും ക്രൂരതകളും ഫൈറ്റുകളും ഒന്നും അതിന്റെ ഒരു അംശം പോലും നമുക്ക് മിഖായൽ എന്ന ചിത്രത്തിൽ ഈ ഒരു ക്യാരക്ടറിൽ കാണാനേ സാധിക്കുന്നില്ല. സോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മിഖായൽ എന്ന ചിത്രം ഇറങ്ങുന്ന സമയത്ത് അവർ മാർക്കോ എന്ന ഈ ഒരു ചിത്രത്തെക്കുറിച്ച് ചിന്തിച്ചിരിക്കാനേ സാധ്യതയില്ല. സോ ഇങ്ങനെ ഒരു വയലൻസ് ഉള്ള ചിത്രം എടുക്കുമ്പോൾ ഈ ഒരു ക്യാരക്ടറിനെ ഇത്രയും പവറോടുകൂടി കാണിക്കാതിരിക്കാനും പറ്റില്ല. സോ ആ ഒരു കാര്യം മാത്രം, ഈ ഒരു കണ്ടിന്യൂഷൻ മാത്രം നല്ല രീതിയിൽ വന്നിട്ടില്ല, നല്ല രീതിയിൽ കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത്. പകരം ഈ ചിത്രത്തിന്റെ അവസാനത്തിൽ തന്നെ എന്തുകൊണ്ടോ ഉണ്ണിമുകുന്ദന്റെ ആ ഒരു ക്യാരക്ടർ വീക്കായി പോകുന്നു, നേരത്തെ ഉള്ളത്ര വയലൻസിലേക്കൊന്നും ഇനി തിരിച്ചു വരാൻ സാധിക്കുന്നില്ല എന്നുള്ള രീതിയിൽ കാണിച്ചിരുന്നുവെങ്കിൽ മിഖായലിലെ ക്യാരക്ടറിനെ കാണുമ്പോൾ ഇതുകൊണ്ടാണ് ആ ഒരു ക്യാരക്ടർ കുറച്ച് വീക്കായി നമുക്ക് തോന്നുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു.
ഇനി നമുക്ക് ഈ രണ്ട് ചിത്രങ്ങളിൽ ബെറ്ററായി വന്നിരിക്കുന്നത് എവിടെയാണ്, എന്തെല്ലാം കാര്യങ്ങളിൽ ഏത് സിനിമയാണ് ബെറ്ററായി വന്നിരിക്കുന്നത്, ഏത് സിനിമയാണ് മോശമായി വന്നിരിക്കുന്നത് നോക്കാം. സോ ആദ്യം മുഴുവൻ ചിത്രത്തെ എടുത്തു നോക്കുന്ന സമയത്ത് മാർക്കോയുടെ 7 അയലത്ത് പോലും എത്താൻ പറ്റാത്ത ഒരു ചിത്രമായിട്ടാണ് മിക്കായലിനെ എനിക്ക് തോന്നുന്നത്. സിനിമയുടെ മൊത്തം കഥയിൽ സിനിമയുടെ ആക്ഷൻ ആണെങ്കിലും BGM ആണെങ്കിലും ഏത് രീതി എടുത്തു നോക്കുകയാണെങ്കിലും മാർക്കോ എന്ന ചിത്രം മിക്കായലിനെക്കാട്ടിലും ഒരുപാട് മുന്നിലാണ് നമുക്ക് കാണാം. പ്രത്യേകിച്ച് ഉലക്കച്ചക്ക എന്നുള്ള മിക്കായലിലെ BGMനെക്കാട്ടിലുമെല്ലാം വളരെ ബെറ്റർ ആയിട്ടുള്ള BGM ആണ്. അത് ആക്ഷൻ സീനുകളിലാണെങ്കിലും മാർക്കോയുടെ BGM ആണെങ്കിലും സിനിമയിൽ ഉടനീളമാണെങ്കിലും ഇനി അതല്ല പാട്ടാണെങ്കിൽ പോലും സിനിമയുടെ കഥയ്ക്കും ആക്ഷൻ രംഗങ്ങൾക്കും സിനിമയുടെ സീനുകൾക്കുമെല്ലാം ഒത്തിണങ്ങി പോകുന്ന രീതിയിലാണ് BGMും പാട്ടുകളുമെല്ലാം മാർക്കോയിൽ ഒരുക്കിയിരുന്നത്. മിക്കായൽ എത്തുന്ന സമയത്ത് അത്രയും ബെറ്ററായി തോന്നിയിട്ടില്ല. പിന്നെയുള്ളത് ഫൈറ്റ് സീനുകളാണ്. മാർക്കോ എന്ന ചിത്രത്തിലെ ഫൈറ്റ് കണ്ടു കഴിയുന്ന സമയത്ത് മിക്കായലിലേക്ക് എത്തുമ്പോൾ മാർക്കോ എന്ന ആ ക്യാരക്ടറിനാണെങ്കിലും അല്ലെങ്കിൽ മൊത്തത്തിലെ ചിത്രത്തിലാണെങ്കിലും ഫൈറ്റിൽ വലിയൊരു പ്രാധാന്യവും മിക്കായലിൽ ഇല്ലായിരുന്നു എന്ന് തോന്നുന്നത്. 3 ഡയലോഗ്സ്. മിക്കായലിലെ പല ഡയലോഗുകളും ഏച്ചു കെട്ടിയിരിക്കുന്നത് പോലെ അല്ലെങ്കിൽ സന്ദർഭത്തിന് ഒത്തുയരാത്തത് പോലെ തോന്നിയിട്ടുണ്ട്. മിക്കായലിലെ മാത്രമല്ല ഹനീഫ് അദാനിയുടെ മിക്ക ചിത്രങ്ങളുടെയും പല ഡയലോഗുകളും എടുത്ത് നോക്കുമ്പോൾ മാസ് രംഗങ്ങളിലും മറ്റും പറയുന്ന പല ഡയലോഗുകളും അത്ര മാസ് അല്ല. അല്ലെങ്കിൽ ചില സമയത്ത് ആ മാസ് ഡയലോഗ് കേൾക്കുന്നുണ്ടെങ്കിലും അത് ആ സന്ദർഭത്തിനൊത്ത് ഉയരുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു രംഗവുമായി മാച്ച് ആകാത്തതായിട്ടെല്ലാം എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാൽ ഈ സിനിമയിൽ അത്തരത്തിലൊരു കുഴപ്പവും തോന്നുന്നില്ല. ഡയലോഗുകളെല്ലാം കൃത്യമായി എഴുതിയിരിക്കുന്നതായിട്ടാണ് തോന്നിയിരിക്കുന്നത്. ഒറ്റ കുറവ് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഹനീഫ് അദാനി മുന്നേ ഗ്രേറ്റ് ഫാദർ എന്ന ചിത്രത്തിൽ എടുത്തതുപോലെ ജോക്കർ അല്ലെങ്കിൽ ഡാർക്ക് നൈറ്റ് എന്ന ചിത്രത്തിൽ നിന്നും പല ഡയലോഗുകളും കോപ്പി അടിച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ്. ഗ്രേറ്റ് ഫാദറിലെ ആ ഒരു ക്യാരക്ടർ ജോക്കറിനെ ഇൻസ്പയർ ചെയ്ത് വന്നിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ജോക്കറിനെ കോപ്പി അടിക്കുന്നത് പോലെയാണ് എന്നുള്ളത് കൊണ്ട് അവിടെ ഡാർക്ക് നൈറ്റിലെ ജോക്കറിന്റെ ഡയലോഗുകൾ കോപ്പി അടിച്ച് പറയുന്നത് മനസ്സിലാക്കാം. എന്നാൽ ഈ സിനിമയിൽ പല ഭാഗത്തും വൈ സോ സീരിയസ്, ലെറ്റ്സ് പുട്ട് എ സ്മൈൽ ഓൺ ദാറ്റ് ഫേസ്, വെരി പുവർ ചോയ്സ് ഓഫ് വേർഡ്സ് എന്നിങ്ങനെയുള്ള ജോക്കറിന്റെ ഡയലോഗുകളെല്ലാം കുത്തിക്കയറ്റിയതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിത്രത്തിന്റെ അവസാനത്തോട്ട് എടുക്കുമ്പോൾ ദുഹൻ സിംഗ് ആ സ്ത്രീയുടെ വാ വലിച്ചു കീറുന്ന സമയത്ത് വൈ സോ സീരിയസ്, ലെറ്റ്സ് പുട്ട് എ സ്മൈൽ ഓൺ ദാറ്റ് ഫേസ് എന്നീ ഡയലോഗുകൾ പറയുന്നത് ആ സന്ദർഭവുമായി ഒത്തിണങ്ങി വരുന്നത് കൊണ്ട് അവിടെ വലിയ കുഴപ്പം തോന്നിയിട്ടില്ല. അത്തരം ഡയലോഗുകൾ ദി ഡാർക്ക് നൈറ്റ് എന്ന ചിത്രത്തിലെ ജോക്കറിൽ നിന്നും കടമെടുത്തുകൊണ്ട് കോപ്പി ചെയ്തുകൊണ്ട് ഇവിടെ പറയുകയാണെങ്കിൽ കൂടി ആ സന്ദർഭവുമായി മാച്ച് ആകുന്ന രീതിയിൽ കൊണ്ടുവന്നിരിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പം തോന്നുന്നില്ല. എന്നാൽ മാർക്കോ ജഗദീഷിന്റെ ക്യാരക്ടറിനോട് പറയുന്ന വെരി പുവർ ചോയ്സ് ഓഫ് വേർഡ്സ് എന്ന ആ ഒരു ഡയലോഗ് ഒരാവശ്യവുമില്ലാതെ കുത്തിക്കയറ്റിയത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ഈ ഒരു കാര്യം മാത്രമാണ് എന്തിനാണ് ഈ ഒരു ചിത്രത്തിലേക്ക് ഒരാവശ്യവുമില്ലാതെ ഡാർക്ക് നൈറ്റിലെ അല്ലെങ്കിൽ ജോക്കറിന്റെ ആ ഡയലോഗുകളെല്ലാം കുത്തിക്കയറ്റാൻ നോക്കിയത് എന്ന് മാത്രം എനിക്ക് തോന്നിയിട്ടുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും മിക്കായലിന്റെ ചിത്രത്തെക്കാട്ടിലും ഒരുപാട് മുന്നിൽ തന്നെ നിൽക്കുന്ന ഒരു ചിത്രമായിട്ടാണ് മാർക്കോ എനിക്ക് ഫീൽ ചെയ്തത്. സോ ഇത്രയും കാര്യങ്ങളെല്ലാമാണ് ഈ 2 ചിത്രങ്ങളും കണ്ടതിന് ശേഷം എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. മാർക്കോ എന്ന ചിത്രം ഇനിയും നല്ല കളക്ഷൻ നേടി മുന്നോട്ട് പോകട്ടെ, വലിയൊരു വിജയം തന്നെയായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ കമന്റ് സെക്ഷനിൽ പെടുത്തുക. നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.